Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് തന്നെ പോകാം. യു എസ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലത്തെ ഒരു യു എസ് മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു മാർക്കറ്റായിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികയിലൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ ഒരു 1% ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Vishnu, American Vibanila, the trend, the long-term trend continues to be bearish. But നമുക്ക് വീണ്ടും ഇന്നലെ നേട്ടം കിട്ടിയതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ബുള്ളിഷായി മാറാൻ നല്ലൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 41,300 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 42,400 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ബിഗിനിങ് ടു ഔട്ട് പെർഫോം ദ ഡൗ ജോൺസ് ഇൻഡെക്സ്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ 19,600 പോയിന്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മേജറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 20,500 പോയിന്റ്. ഇൻസിഡന്റ്ലി നാസ്ഡാക്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാഗ്നിഫിഷ്യന്റ് 7 സ്റ്റോക്സ്, അതായത് ടെസ്ല, എൻവിഡിയ, ആമസോൺ, ആപ്പിൾ മുതലായ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സിലും നമുക്ക് ലോ റിസ്കിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സോ നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. സാർ, ഇനി നമുക്ക് അറിയേണ്ടത് ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്കാണ്. ക്രൂഡ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ക്രൂഡും ബ്രെൻഡ് ക്രൂഡും നോക്കുമ്പോഴും 0.5% മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഇന്നലെ നമുക്ക് വീണ്ടും ഒരു നേരിയൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ആ ഒരു ഇടിവിനെ തുടർന്ന് ബെയറിഷ്നെസ് കുറച്ചും കൂടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കൈവശം ബ്രെന്റ് ക്രൂഡിൽ ഓൾറെഡി നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 62ന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഷോർട്ട് ടേമിലെ ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ക്രൂഡ് ഓയിൽ $68 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ 24,335 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. അതായത് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത്. മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ ആ ഒരു നിലയിൽ തന്നെ അതിനടുത്ത് തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു നിഫ്റ്റി 50 ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50യിൽ ഇനി ഒരു അപ്സൈഡ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 24,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ബെയറിഷ്നെസ്സിലോട്ട് നിഫ്റ്റി 50 വഴിമാറണമെങ്കിൽ 23,800 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാർ, ഇനി അറിയേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ പറ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നോക്കുമ്പോഴത്തെ ഒരു ട്രേഡിംഗ് 55,391 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 41 പോയിന്റിൻ്റെ ഒരു നേരിയ ഒരു ഇടിവ് മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇന്നലെ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും പുതിയ ഒരു ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് 55,262 ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റി എടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,150 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ട്രേഡിംഗ് പൊസിഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൊമെന്റം കിട്ടണമെങ്കിൽ 56,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
സാർ ഇനി ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് പരാസ് ഡിഫൻസിനെ പറ്റിയാണ്. ഇന്നലെ ആ ഒരു എയർക്രാഫ്റ്റ് കരാറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു ന്യൂസ് ഉണ്ടായ തുടർന്ന് തന്നെ ഡിഫൻസ് സെക്ടറിലെ പല ഓഹരിയിലൊക്കെ വലിയ തോതിലൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പരാസ് ഡിഫൻസ് നോക്കുമ്പോൾ ഇന്നലെ 16% ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് 39% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. കൂടാതെ അറിയേണ്ടത് മറ്റ് ഡിഫൻസ് സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളെ പറ്റി കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇന്നലെ പല സ്റ്റോക്കുകളിൽ എസ്പെഷ്യലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള പല ഡിഫൻസ് സ്റ്റോക്കുകളിൽ നമ്മൾക്ക് ഇന്നലെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഈ ഒരു ഫോറത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മസഗോൺ ഡോക്ക് ഷിപ്പിലൊക്കെ 8% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. ഡിഫൻസ് സെക്ടറിനെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വ്യൂവും ഒപ്പം പരാസ് ഡിഫൻസിനെ പറ്റി കൂടി ഒന്ന് ഷെയർ ചെയ്യാം. സോ വിഷ്ണു, നമ്മൾ പരാസ് ഡിഫൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ നിഫ്റ്റി 50യുടെ ഡിഫൻസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഏറ്റവും അധികം നേട്ടം നൽകിയൊരു ഇൻഡെക്സ് ആയിരുന്നു ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ്. ഓൾമോസ്റ്റ് 5% മുകളിലായിരുന്നു നമുക്ക് നേട്ടം നൽകിയത്. അതിനെ തുടർന്ന് ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 7260 പോയിന്റിലായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെയായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലോങ് പൊസിഷൻസ് ഡിഫൻസ് മേഖലയിൽ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഡിഫൻസ് സ്റ്റോക്കിൽ ഒന്നും തന്നെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. സോ പരാസ് ഡിഫൻസിന്റെ സ്പെസിഫിക് കേസിൽ കഴിഞ്ഞ 2 സെഷൻസിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ബട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 1600 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യും. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മാസഗോൺ ഡോക്ക് വീണ്ടും ക്ലോസ് ഡൗൺ വെരി വെരി പോസിറ്റീവ് നോട്ട്. പുതിയ ഓൾ ടൈം ഹൈ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണില്ല. മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കൊച്ചിൻ ഷിപ്പ്യാർഡ് മാസഗോൺ ഡോക്കിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു ബ്രേക്ക്ഔട്ടിനെ തുടർന്ന് പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 1705 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം ലഭിക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും again very very positive, very strong close. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ അടുത്തൊരു റെസിസ്റ്റൻസ് കാണുന്ന 4800 രൂപ. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 4950. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5200, 5600. സാർ ഇനിയൊരു സ്റ്റോക്ക് അറിയേണ്ടത് വിമാർട്ട് റീറ്റെയിലിനെ പറ്റിയാണ്. വിമാർട്ട് റീറ്റെയിൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.38% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 3259 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉള്ളത് ബോണസ് ഷെയറുകളുടെ വിതരണം മെയ് 2-ന് ബോർഡ് പരിഗണിക്കുമെന്നൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. വിമാർട്ടിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So VMart is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരേ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമുക്ക് 2700 രൂപയിൽ വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലെ പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 3000 രൂപ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് 3625 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ജൂണിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 30% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ്. സ്റ്റോക്ക് ഏതായാലും ആ ജൂണിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു പോസിറ്റീവായൊരു ക്ലോസിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസം നോക്കുമ്പോഴും ഇപ്പോൾ ഒരു 10% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് ലഭ്യമായിട്ടുള്ളത് കമ്പനി പുതിയ ഒരു
പ്രോജക്റ്റ് ഇപ്പോൾ ആരംഭിക്കാനുള്ള പദ്ധതി ഇട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ കണക്കാക്കി അതിൻ്റെ ഒരു 9,000 കോടി രൂപയുടെയിലധികം ഒരു കണക്ക് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി കമ്പനി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവായൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. പ്രസ്റ്റീജ് എസ്റ്റേറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ മറ്റ് റിയാലിറ്റി സ്റ്റോക്സിനോടൊപ്പം തന്നെ പ്രസ്റ്റീജിന്റെ കേസിലും കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് വലിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ സ്റ്റോക്ക് 2,335 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ ഈ സ്റ്റോക്കിൽ 1,200 രൂപയായിരിക്കണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 1,500, അതിനുശേഷം 1,630. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനിയൊരു സ്റ്റോക്ക് അറിയേണ്ടത് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ നിന്നുള്ള സെറയെ പറ്റിയാണ്. സെറയുടെ ഒരു ഓഹരി നോക്കുമ്പോൾ 0.71% ഒരു നേട്ടം ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 50% താഴെയുള്ള ഒരു ലെവലിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സെറയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സെറയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ആ ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 5,890 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വേൾപൂൾ ഇന്ത്യയാണ്. വേൾപൂൾ ഇന്ത്യ നോക്കുമ്പോൾ ഇന്നലെ 7% ഒരു മികച്ച മുന്നേറ്റമാണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായൊരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് എടുത്തത്. കൂടാതെ ഈ ഒരു മാസം നോക്കുമ്പോൾ 30% ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് വേൾപൂൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വേൾപൂളിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വേൾപൂൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് അതിശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. 2,500 രൂപയിൽ നിന്നും ഈ സ്റ്റോക്ക് 900 രൂപ വരെ കറക്റ്റ് ചെയ്തിരുന്നു. ബട്ട് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ലെവൽസ് 1,500, 1,600, 1,700. കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ചോളമണ്ഡലം ഫൈനാൻസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 1,484 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഒരു ഇടിവ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ചോളമണ്ഡലം ഫിനാൻസിൽ നമുക്ക് കഴിഞ്ഞ 2-3 മാസത്തിനിടെ നല്ലൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലും വീണ്ടും ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ കൈവശം എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1,870 രൂപയിൽ നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് അറിയേണ്ടത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിലവിൽ ഈ സ്റ്റോക്ക് നോക്കുമ്പോൾ 1.2% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 37 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എടുത്തു പറയുകയാണെങ്കിൽ മെയ് തുടങ്ങി ഈ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഈ 5 ബാങ്കിനെ നമുക്ക് ഒരേ കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. ബിക്കോസ് ഇത് 5 ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ആൻഡ് ദീസ് ആർ ഓൾ സ്മോൾ ക്യാപ് ബാങ്ക്സ്. കഴിഞ്ഞ ഒരു 1-1.5 വർഷം മുൻപ് ഒത്തിരി നേട്ടം നൽകിയ 5 സ്റ്റോക്സ് ഈ 5 സ്റ്റോക്സ്. ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞൊരു 5-8 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സ്റ്റോക്സിലൊക്കെ അതിശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുമുണ്ട്.
അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നിഫ്റ്റി ബാങ്കിലും ഒക്കെ നമ്മൾ ഇത്രയും വലിയ നേട്ടം കണ്ടിട്ട് പോലും ഈ 5 സ്റ്റോക്സിലും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്സിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ട്രെൻഡ് റിവേഴ്സലിന് ശേഷം മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ ഇനി അറിയേണ്ടത് BSE ലിമിറ്റഡിനെ പറ്റിയാണ്. BSE ലിമിറ്റഡ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ജാനുവരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു ഇടിവ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ ആ ഒരു ജാനുവരിയിലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിങ്ങുമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വീക്കുകളൊക്കെ തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനും BSEക്ക് സാധിച്ചിട്ടുണ്ട്. BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 6170 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഒരു ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റോക്കാണ് ചോദിക്കാനുള്ളത്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കാണ്. 0.16% ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞ ഒരു ദിവസത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 43 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസം നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തു. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം 25% മുകളിലേക്ക് ഒരു റിട്ടേൺ ഈ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഇന്നലെ ഇതേ ഫോറത്തിൽ AU സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൻഡ് AU സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ട്രെൻഡ് ഹാഡ് ബിക്കം ബുള്ളിഷ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. നമ്മൾ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴും എസ്പെഷ്യലി കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഇതിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് അപ്സൈഡ് മൊമെന്റം കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 45 രൂപ 35 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 48, 49 രൂപ 50 പൈസ, 51 രൂപ 53 രൂപ 50 പൈസ ഇതായിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽസ്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 42 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫിലാടെക്സ് ലിമിറ്റഡ്, ഫിലാടെക്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് 0.8% ഒരു ഇടിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിങ്ങിൽ 43 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 40% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലാണ്. ഫിലാടെക്സ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫിലാടെക്സ് ഇന്ത്യയിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 45 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 50, 55 ആയിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 42 രൂപ. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. നമുക്ക് പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ അതായത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് മാർച്ചിൽ ഒരു 10% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാസം ഒരു 8% ഇടിവ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാജ് ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ പ്രാജ് ഇൻഡസ്ട്രിയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 460 സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഒരു സ്റ്റോക്ക് ഒരുമിച്ച് ഞാൻ ചോദിക്കുകയാണ്. അതായത് ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസറും ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ഈ ഒരു 2 സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടിന്യൂസ്ലി ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ 2 സ്റ്റോക്കുകളും നൽകുന്നത്. കൂടാതെ കമ്പനിയുടെ ഒരു Q4 2 കമ്പനിയുടെയും വന്നപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസിൽ 19% ഒരു വാർഷിക വളർച്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫിൻസർവ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അറ്റാദായത്തിൽ ഏകദേശം 14% ഒരു വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ഈ 2 സ്റ്റോക്കുകളുടെ ഒരു വ്യൂ എന്താണ്?
വിഷ്ണു, ബജാജ് ഫിനാൻസിന്റെ കേസിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയായിരുന്നു ഇന്നലെ വന്നിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് ഒരു ബോണസ് ഇഷ്യൂ 4:1, അതായത് 4 ഷെയർസ് ഓരോ ഷെയറും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നൽകാൻ പോകുന്നു. ഒരു 1:2 സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്പെഷ്യൽ ഡിവിഡൻഡും ബജാജ് ഫിനാൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു 2025 ആരംഭം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ അതിശക്തമായിട്ട് നമുക്ക് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. 6,700 രൂപയിൽ നിന്നും 9,600 രൂപ വരെ നേട്ടം കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ബജാജ് ഫിൻസർവിന്റെ കേസിലും നമുക്ക് ഇന്നലെ നല്ല റിസൾട്ട് ആയിരുന്നു കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2,010 രൂപയിലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുമില്ല. ഇനിയൊരു സ്റ്റോക്ക് അറിയേണ്ടത് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിനെ പറ്റിയാണ്. സ്റ്റോക്ക് ഇന്നലെ 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 609 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അദാനി ടോട്ടൽ ഗ്യാസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അദാനി പോർട്ടിലും അദാനി പവറിലും അദാനി സൊല്യൂഷൻസിലും ഒക്കെ നമുക്ക് നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇതുവരെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 655 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 725. 725ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷനാണ്. ആ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നിലവിൽ ഇന്നലെ ഒരു 2% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 202 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായ ഒരു 7 വീക്കോളം ഈ ഒരു സ്റ്റോക്ക് പോസിറ്റീവായൊരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ടൂറിസം ഫൈനാൻസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഇനി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 209, 216, 223, 235. സർ, ഇനി അറിയേണ്ടത് മോട്ടിലാൽ ഫിനാൻസിനെ പറ്റിയാണ്. മോട്ടിലാൽ ഫിനാൻസ് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 0.5% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 673 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്ക് നിലവിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒരു 33% ഇടിവ് എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോട്ടിലാൽ ഓസ്വാളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മോട്ടിലാൽ ഓസ്വാളിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 5-8 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ബേസ് 555 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് 700 രൂപയുടെ റെസിസ്റ്റൻസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 800 രൂപയുടെ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണം. സാർ, ഇനി അറിയേണ്ടത് റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ശോഭയെ പറ്റി കൂടിയാണ്. 2.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ 1,294 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു പാസ്റ്റ് 3 വീക്കുകളായിട്ട് നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശോഭ ലിമിറ്റഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ശോഭ ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നമ്മൾ ഇന്ന് നേരത്തെ പ്രസ്റ്റീജിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ എല്ലാ റിയാലിറ്റി സ്റ്റോക്സും നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്സ് ഒക്കെ നേരിട്ടിരിക്കുന്നത്. സോ ശോഭയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 1,090 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ആ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ 1,320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 1,500, 1,600 ആയിരിക്കും. 1,500, 1,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും.
താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും താങ്ക് യു വിഷ്ണു. മാർക്കറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ ഒത്തിരി അപ്ഡേറ്റ്സുകളുമുള്ള പ്രോഗ്രാം മൈഫിൻ TV ആപ്പിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്.